ഹലോ എല്ലാവർക്കും. എന്റെ കയ്യിലൊരു ടൈം മെഷീൻ ഉണ്ടെന്ന് വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ അതിൽ കയറി ഭാവിയിലേക്ക് പോയി പരീക്ഷയ്ക്ക് വരാൻ പോകുന്ന ചോദ്യങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുതരുന്നു. അടിപൊളിയായിരിക്കും അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഇന്ന് നമ്മൾ ഏകദേശം അതുപോലൊരു കാര്യമാണ് ചെയ്യാൻ പോകുന്നത്. 2026 മാർച്ച് 17 ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കോമ്പറ്റീറ്റീവ് എക്സാംസിന് തയ്യാറെടുക്കുന്ന നിങ്ങൾക്ക് ഇതൊരു കിടിലൻ തുടക്കം നൽകും. അപ്പോൾ റെഡിയല്ലേ? നമുക്ക് തുടങ്ങാം. അപ്പോൾ നമുക്ക് ഇന്ന് എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന് നോക്കിയാലോ? ആദ്യം നമ്മൾ ചീറ്റപ്പുലികളുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന ദിവസത്തെക്കുറിച്ച് സംസാരിക്കും. അതിനുശേഷം നേരെ നമ്മുടെ കേരളത്തിലേക്ക് വരും, ഇവിടുത്തെ ചില പ്രധാന വാർത്തകൾ നോക്കാൻ. പിന്നെ ഇന്ത്യയിലെ തൊഴിലില്ലായ്മയുടെ കണക്കുകൾ, ഗൂഗിളിൻ്റെ ഒരു പുതിയ നീക്കം, അവസാനം നമ്മൾ പഠിച്ചതൊക്കെ ഓർമ്മയുണ്ടെന്ന് നോക്കാൻ ഒരു ചെറിയ റിവിഷനും ക്വിസും. അപ്പോൾ ഓരോന്നായി നമുക്ക് പഠിച്ചു തുടങ്ങാം. നമ്മുടെ ആദ്യത്തെ വിഷയം ഇതാണ്: ചീറ്റപ്പുലികൾക്കായുള്ള ഒരു ദിനം. നിങ്ങൾക്കറിയാമല്ലോ, പരീക്ഷകൾക്ക് സ്ഥിരമായി ചോദിക്കുന്ന ഒന്നാണ് പ്രധാനപ്പെട്ട ദിവസങ്ങളും അതിൻ്റെ തീമുകളും. അതുകൊണ്ട് ഈ ഭാഗം വളരെ ശ്രദ്ധയോടെ കേൾക്കണം. നമ്മുടെ രാജ്യത്ത് നിന്ന് ഒരു കാലത്ത് പൂർണ്ണമായും ഇല്ലാതായ ചീറ്റപ്പുലികളെ തിരികെ കൊണ്ടുവരാൻ ഇന്ത്യ ഒരു വലിയ പ്രൊജക്റ്റ് നടത്തുന്നുണ്ട്. നിങ്ങൾ അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇത് വെറുമൊരു വാർത്തയല്ല, നമ്മുടെ രാജ്യത്തിന് തന്നെ വളരെ അഭിമാനകരമായ ഒന്നാണ്. അതെ, ലോക ചീറ്റാ ദിനം. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചീറ്റകളെ സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് എല്ലാവരെയും ഓർമ്മിപ്പിക്കാനാണ് ഈ ദിവസം. ഇതിൽ നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടി ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, ഇത് ഇന്ത്യയുടെ പ്രോജക്റ്റ് ചീറ്റായുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതാണ്. ആ സ്ഥലത്തിന്റെ പേര് മറക്കവേ മറക്കരുത്: കുനോ നാഷണൽ പാർക്ക്. എവിടെയാണത്? മധ്യപ്രദേശിൽ. പ്രോജക്റ്റ് ചീറ്റ, കുനോ നാഷണൽ പാർക്ക് എന്നീ പേരുകൾ നിങ്ങളുടെ നോട്ടിൽ ചുവന്ന മഷി കൊണ്ട് തന്നെ മാർക്ക് ചെയ്തോളൂ. ഉറപ്പായും ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിനി നേരെ നമ്മുടെ കേരളത്തിലേക്ക് വരാം. ഇവിടുത്തെ പ്രധാനപ്പെട്ട ചില വാർത്തകൾ. കേരള PSC പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഈ ഭാഗം ഒരു കാരണവശാലും മിസ് ചെയ്യാൻ പറ്റില്ല. ഇതാ വരുന്നു 2025 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം. ഇതൊരു സ്റ്റാർ ഇട്ട് വെക്കേണ്ട ചോദ്യം തന്നെയാണ്. ആർക്കാണ് കിട്ടിയത്? പ്രഭാകരൻ. ഈ പേര് നമുക്ക് മനസ്സിലങ്ങ് ലോക്ക് ചെയ്ത് വയ്ക്കാം. അപ്പോ പ്രഭാകരൻ, ഓക്കെ. പക്ഷേ ഏത് പുസ്തകത്തിനാണ് അവാർഡ് കിട്ടിയത്? അതും അറിയണ്ടേ? അതാണ് മായാമനുഷ്യർ. പരീക്ഷയ്ക്ക് സാധാരണയായി എഴുത്തുകാരനെയും കൃതിയെയും ചേർത്താണ് ചോദിക്കാറ്. അപ്പോൾ ഓർക്കുക, പ്രഭാകരൻ എഴുതിയ മായമനുഷ്യർ. ഈ ജോഡി മറക്കരുത്. അടുത്തത് കേരള ഫോക്ലോർ അക്കാദമി പുരസ്കാരമാണ്. ഇത് ലഭിച്ചിരിക്കുന്നത് G. രാധാകൃഷ്ണനാണ്. അദ്ദേഹത്തിന്റെ സംഭാവന ഒരു പ്രത്യേക കലാരൂപത്തിനാണ്. ഏതാണെന്നറിയാമോ? അതെ, നമ്മുടെ സ്വന്തം കളരിപ്പയറ്റ്. പരീക്ഷകളിൽ പുരസ്കാരം കിട്ടിയ ആളെയും അയാളുടെ പ്രവർത്തന മേഖലയും ബന്ധിപ്പിച്ച് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കണം. G. രാധാകൃഷ്ണൻ, കളരിപ്പയറ്റ്. ഇനി നമ്മൾ നോക്കുന്നത് ഒരു ഷുവർ ഷോട്ട് ക്വസ്റ്റ്യൻ ഏരിയയാണ്. കേരള പോലീസിന്റെ 3 പ്രധാനപ്പെട്ട പദ്ധതികൾ. ഓരോ പേരും അതിന്റെ ഉദ്ദേശവും നമുക്ക് സിമ്പിളായി ഓർത്തുവയ്ക്കാം. ഒന്നാമത്തേത് ഹോപ്പ്. പേര് പോലെ തന്നെ പഠിപ്പ് നിർത്തിയവർക്ക് ഒരു ഹോപ്പ്, ഒരു പ്രതീക്ഷ കൊടുക്കുന്ന പദ്ധതി. രണ്ടാമത്തേത് കവചം. എന്താ കവചം? ഒരു ഷീൽഡല്ലേ? അപ്പോൾ ഇത് കുട്ടികൾക്കുള്ള ഒരു പ്രൊട്ടക്ഷൻ ഷീൽഡാണ്. മൂന്നാമത്തേത് മാലാഖ. കുട്ടികൾക്കെതിരായ അതിക്രമങ്ങൾക്കെതിരെ ഒരു മാലാഖയെപ്പോലെ കാവൽ നിൽക്കുന്ന പദ്ധതി. സിമ്പിളല്ലേ? ഈ പേരുകൾ തമ്മിൽ മാറിപ്പോകരുത്. ശരി, അപ്പോൾ കേരളത്തിലെ അവാർഡുകളും പദ്ധതികളും നമ്മൾ സെറ്റാക്കി. ഇനി നമുക്ക് ഇന്ത്യയുടെ ഒരു മൊത്തത്തിലുള്ള സാമ്പത്തിക കണക്കിലേക്ക് പോകാം. ഡേറ്റ അടിസ്ഥാനമാക്കിയുള്ള ചോദ്യങ്ങളിപ്പോൾ പരീക്ഷകളിൽ ഒരുപാട് വരുന്നുണ്ട്. അതുകൊണ്ട് ഈ നമ്പറുകൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. ഇതാ ആ നമ്പർ, 4.9%. എന്താണിത്? 2026 ഫെബ്രുവരിയിലെ ഇന്ത്യയിലെ തൊഴിലില്ലായ്മ നിരക്ക്. ഈ സംഖ്യ മനസ്സിലങ്ങ് പതിപ്പിച്ചു വച്ചേക്കുക. 4.9%. വെറുതെ ഒരു നമ്പർ മാത്രം പഠിച്ചാൽ പോരല്ലോ, അതിൻ്റെ ട്രെൻഡ് എന്താണെന്ന് കൂടെ നമ്മൾ അറിയണം. നോക്കൂ, 2026 ജനുവരിയിൽ ഇത് 5%. ഫെബ്രുവരിയിൽ അത് 4.9%. ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട്. ആ കുറവ് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപക്ഷേ പരീക്ഷയ്ക്ക് ഈ മാറ്റത്തെക്കുറിച്ചായിരിക്കാം ചോദ്യം വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ടെക് ലോകത്തേക്ക് പോകാം. ഒരു അന്താരാഷ്ട്ര വാർത്തയാണ്. ഗൂഗിൾ പോലൊരു ഭീമൻ കമ്പനിയിലെ കാര്യങ്ങൾ എപ്പോഴും പരീക്ഷയ്ക്ക് പ്രസക്തമാണ്. ഗൂഗിൾ അവരുടെ സെർച്ച് ഫംഗ്ഷനിൽ നിന്ന് 2026 പിൻവലിച്ച ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സർവീസിന്റെ പേരാണിത്. ശ്രദ്ധിച്ചു കേട്ടോ, വാട്ടർക്രസ് സജസ്റ്റ്സ്. കുറച്ച് വെറൈറ്റി പേരാണല്ലേ? ഇത് കൂട്ടത്തിൽ പെടാത്തതേത് എന്നൊക്കെയുള്ള ചോദ്യങ്ങളിൽ വരാൻ നല്ല സാധ്യതയുണ്ട്. അപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളൊക്കെ നമ്മൾ കവർ ചെയ്തു. പക്ഷേ പഠിച്ചാൽ മാത്രം പോരല്ലോ, അത് തലയിൽ ഉറപ്പിക്കണ്ടേ? അതിനുള്ള സമയമാണിപ്പോൾ. ഒരു ക്വിക്ക് റിവിഷനും പിന്നെ ഒരു ചെറിയ ക്വിസും. റെഡിയല്ലേ? ഓക്കെ, നമുക്ക് പെട്ടെന്ന് ഒന്നോടിച്ചു നോക്കാം. ലോക ചീറ്റാ ദിനം ഓർമ്മയുണ്ടല്ലോ? പ്രൊജക്റ്റ് ചീറ്റ, പ്രഭാകരൻ മായമനുഷ്യർ, G. രാധാകൃഷ്ണൻ കളരിപ്പയറ്റ്, പോലീസിന് 3 പദ്ധതികൾ: ഹോപ്പ്, കവചം, മാലാഖ. പിന്നെ ഫെബ്രുവരി 2026 തൊഴിലില്ലായ്മ നിരക്ക് 4.9%. ലാസ്റ്റ് വൺ, ഗൂഗിൾ പിൻവലിച്ച AI, വാട്ടർക്രസ് സജസ്. എല്ലാം കിട്ടിയില്ലേ?
എന്നാൽ ശരി, ക്വിസ് ടൈം. ആദ്യത്തെ ചോദ്യം. ദുർബലരായ കുട്ടികൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ തടയാൻ രൂപകൽപ്പന ചെയ്ത കേരള പോലീസ് പദ്ധതിയുടെ പേരെന്താണ്? ഒന്നോർത്തു നോക്കിക്കേ. യെസ്, ഉത്തരം കവചം. കുട്ടികൾക്ക് ഒരു കവചം പോലെ സംരക്ഷണം നൽകുന്ന പദ്ധതി. സിമ്പിൾ. അടുത്ത ചോദ്യം. 2025 കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ നോവൽ ഏതാണ്? അതെ, അത് മായാമനുഷ്യരാണ്. എല്ലാവർക്കും കിട്ടിക്കാണുമല്ലേ? നമ്മുടെ അവസാനത്തെ ചോദ്യം. 2026 ഫെബ്രുവരിയിൽ ഇന്ത്യയിലെ തൊഴിലില്ലായ്മ നിരക്ക് എത്രയായിരുന്നു? ആ നമ്പർ ഓർമ്മയുണ്ടോ? കൃത്യം 4.9%. ആ കണക്ക് നിങ്ങൾ മറന്നിട്ടില്ല. എക്സലന്റ്. അപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ തന്നെ നിങ്ങൾ മറ്റുള്ളവരെക്കാൾ ഒരു പടി മുന്നിലെത്തി. 2026 നിന്ന് വേറെ എന്തൊക്കെ വിഷയങ്ങളായിരിക്കും നിങ്ങളുടെ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ളത്? ഒന്നാലോചിച്ചു നോക്കൂ. കൂടുതൽ പഠിക്കാൻ അത് നിങ്ങളെ സഹായിക്കും. അപ്പോൾ ഇന്നത്തെ ഈ വിശകലനം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. അതുവരെ നന്നായി പഠിക്കുക.